ഇന്ന് CPM ഞെട്ടിച്ച ഒരു വലിയ സംഭവം നടന്നിരിക്കും. സർപ്രൈസ് വിസിറ്റ്. അത് സർപ്രൈസ് എന്ന് പറയാമെങ്കിലും തെരഞ്ഞെടുപ്പ് തോറ്റ ദിവസം മുതൽ ഉള്ള തിരിച്ചടികളുടെ ഒരു ബാക്കി പത്രമാണ്. തുടർച്ചയാണ് അതിൻ്റെ. കാരണം തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥി നിയുക്ത MLA ആയിട്ടുള്ള TK ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രമണിയും കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ചു. കോടിയേരിയിലുള്ള അവിടെ സന്ദർശിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ എത്തി വിനോദിനി ബാലകൃഷ്ണൻ, കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം കണ്ടു. സൗഹൃദ സന്ദർശനമാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത്. ബിനീഷ് കോടിയേരി അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ സൗഹൃദ സന്ദർശനമാണെങ്കിൽ പോലും അതിന് വളരെ അർത്ഥതലങ്ങളുണ്ട്. മാത്രമല്ല, കണ്ണൂരിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ പാർട്ടി വിട്ടുപോയ ഒരാളിനെ ഒരിക്കലും തിരിച്ച് പാർട്ടി നേതാക്കളുടെ വീട്ടിലേക്ക് അവർ പ്രവേശിപ്പിക്കുക പോലെ, കല്യാണത്തിന് പോലും മരണത്തിന് പോകില്ല. അല്ല, പാർട്ടി വിട്ടുപോയ അവിടെ വർഗവഞ്ചകനാണ്. പക്ഷേ ഇവിടെ വിനോദിനി എടുത്തു പറഞ്ഞൊരു കാര്യം, എനിക്ക് TK ഗോവിന്ദൻ വർഗവഞ്ചകനല്ല എന്നാണ്. കാരണം അതിന് കാരണം അവർ പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വർഗവഞ്ചകനല്ല, അദ്ദേഹം വന്നു, അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചു. അത് ശരിയാണ്. കോടിയേരിയുടെ ഭാര്യയോ മക്കളൊന്നും CPM നേതാക്കളല്ല. അല്ല. അതുപോലെ അവർ പറഞ്ഞ വേറൊരു കാര്യം, ഞാൻ ആരുടെയും അടിമയല്ല, എൻ്റെ വീട്ടിൽ വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ മാത്രമേ എനിക്കറിയൂ. അപ്പം എൻ്റെ ശരികൾ എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞു. നമ്മൾ MVRൻ്റെ ആത്മകഥ ഉണ്ടല്ലോ, അത് വായിക്കുമ്പോൾ അതിൽ രസകരമായൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഈ MVR പാർട്ടിയായിട്ട് ഇടഞ്ഞ് ആകെ പ്രശ്നമായി നിൽക്കുന്ന ഒരു സമയത്ത് പുറത്താക്കിയിട്ടില്ല. അതിന് മുന്നേ VS പാർട്ടി സെക്രട്ടറി ആണല്ലോ, VS കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ VS കാണാൻ കേസുണ്ട് ചെന്നു. എന്നിട്ട് സംസാരിക്കണം. നമ്മൾ ചായ കൊണ്ടുവച്ചു രണ്ടു MVR ചായ കുടിക്കുന്നില്ല, VS ചായ കുടിക്കുന്നില്ല. അപ്പം VS പറഞ്ഞ് ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. MVR ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. നിങ്ങളിതിൽ വിഷം കലക്കിയിട്ടില്ല ഞാൻ എങ്ങനെ ഉറപ്പാക്കുമെന്ന് ചോദിച്ചു. അന്നത്തെ കാലം അങ്ങനെയാണ്. തമാശക്കാരി പറഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക്. കാരണം കോടിയേരിയുടെ കുടുംബം കോടിയേരിയുടെ മരണത്തോടെ പാർട്ടിയിൽ നിന്നകന്നു. അവർ കോടിയേരി ബാലകൃഷ്ണന് 2 മക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ VA അരുൺകുമാർ, അച്യുതാനന്ദൻ്റെ മകൻ, അദ്ദേഹവും ഇന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നലെ ഇട്ടു പാർട്ടിയുടെ പരാജയം സംബന്ധിച്ച്. അപ്പം ഇവരോടല്ല, ഇവരുടെയൊക്കെ പിതാക്കന്മാരോട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരോടൊക്കെ തന്നെ ഈ പാർട്ടി അവസാന കാലത്ത് കാണിച്ച മഹാനെറിയേട് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. VS പാർട്ടിയിൽ ഇവിടെ കേരളത്തിൽ ഈ ഇന്ത്യയിൽ CPM രൂപീകരിച്ച ചില കാരണക്കാരുടെ സ്ഥാപകർ ഒരാളായിരുന്നു. അദ്ദേഹത്തോട് കോടിയേരിയോടും കാണിച്ചത്. ആ സന്ദർശനം ഭയങ്കര വികാരനിർഭരമായി. എന്താണെന്നറിയാമോ? ഈ KP രമണി എന്നല്ല, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ആ റിസൾട്ട് അറിഞ്ഞ സമയത്ത് അവർ കരയുന്ന ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്താ അവർ കരയുന്ന? കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു, പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കരയുന്നത്. അദ്ദേഹം ക്രൈസിസ് മാനേജറായിരുന്നു കോടിയേരി. കോടിയേരിയിൽ നിന്ന് MV ഗോവിന്ദനെ പോലൊരു യൂസ്ലെസിന്റെ കയ്യിലേക്ക് പാർട്ടി പോയതാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ കൈവശം പാർട്ടിയും സർക്കാരും ഒന്നിച്ചു വന്നതാണ് ഇന്നത്തെ ഈ ദുർഗതിക്ക് കാരണം. നേരത്തെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് വലുത്. CPM ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും CPM പ്രതാപകാലത്ത് പിന്നെ നയനാരായിരുന്നു മുഖ്യമന്ത്രി, അതല്ലെങ്കിൽ M ഗോവിന്ദനൊക്കെ ഇരുന്ന സമയത്ത് EMS ആയിരുന്നു. പക്ഷെ അതിനൊക്കെ പാർട്ടി ഇടപെടും. പാർട്ടി സെക്രട്ടറി വലുതെന്നുള്ള ആ കൺസെപ്റ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെ തീർന്നു. കോടിയേരി ബാലകൃഷ്ണൻ പോലും അദ്ദേഹത്തിന് മുന്നിൽ നിസ്സഹായനായിരുന്നു. ഇപ്പം നമ്മൾ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചെറിയ ചിരിയോടെയാണ്, വളരെ നിസ്സഹായനാണ്. അദ്ദേഹത്തിന്റെ മുഖത്തെ നിസ്സഹായാവസ്ഥ നമുക്കറിയാം. അദ്ദേഹത്തിന് വളരെ മോശമായി. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ക്ഷണിച്ചിട്ട് വന്നവരാണ്, നമ്മൾ അവരെ ക്ഷണിക്കാൻ ആര് പറഞ്ഞു എന്നാണ് ഇയാൾ ചോദിച്ചത്. കാരണം അവിടെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? അവർ നിങ്ങളെ കാണാൻ വന്നതാണ് ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ അവരോട് മറുപടി പറഞ്ഞിട്ടുണ്ടോ കയറിയാൽ മതി എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു അവിടെ ആവശ്യം. അതായത് എന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി, നമ്മൾ എന്തിനേറെ പറയുന്നു, VS അച്യുതാനന്ദനെ ചലിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, VS ചലിക്കാൻ സമ്മതിച്ചു. മാത്രമല്ല, വെറും മന്ത്രിയായി തുടരുമായിരുന്ന പിണറായി വിജയനെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് VS ആയിരുന്നു. അതെ, അത് അയാൾക്ക് തന്നെ കൈപിടിച്ച് വളർത്തിയാളെ തന്നെ നെറിയേട് കാണിച്ചില്ലേ. ഇപ്പൊ എന്തായാലും ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് CPM കാണിച്ച അവഗണന, നന്ദികേട്, നെറികേട്, അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് പോലും ഇവർ അനാദരവ് കാണിക്കും. എൻ്റെ ഒരു വിശ്വാസം TK ഗോവിന്ദനോ അല്ലെങ്കിൽ V കുഞ്ഞകൃഷ്ണനോ ഒക്കെ തിരുവനന്തപുരത്ത് MLA സത്യപ്രജ്ഞാനൊക്കെ വരുമ്പോൾ അവർ VSന്റെ വീട്ടിൽ പോകുമായിരിക്കും. അവർ പോവും. കാരണം എന്താണെന്നറിയാമോ, ഇപ്പൊ MV ഗോവിന്ദനോ പിണറായി വിജയനോ KK രാഗേഷിനോ ഇല്ലാത്ത സ്വീകാര്യത കണ്ണൂർ ജില്ലയിൽ ഇവർക്കുണ്ട്.
ഈ 2 വ്യക്തികൾക്കുണ്ട്. എത്ര ഭൂരിപക്ഷമാണ് അതെ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ മട്ടന്നൂരിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന കെ ശൈലജയെ കൊണ്ടുപോയി പേരാവൂരി നിർത്തി അവരെ തോപ്പിച്ചു കൊടുത്തു. ഇവരെന്തൊക്കെ ഓപ്പറേഷൻസാണ് നടത്തി, ഇവരെന്താ കരുതിയേ? പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അവർ ഒരിക്കലും കണ്ണൂർ പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതാണ് കാര്യം. കണ്ണൂർ അവിടെയുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ കണ്ണൂരുകാർ ഈ പിണറായി പോലുള്ള നേതാക്കന്മാർക്ക് സ്വന്തം പാർട്ടി അണികളെ പരമപുച്ഛമായിരുന്നു നമുക്ക് മനസ്സിലാവും. കാര്യം ഇവന്മാർ അടിമകളാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും നേരം വെളുത്താൽ ഇല്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കുമെന്ന് കരുതിയിരുന്നു. അങ്ങനെ അല്ല, ഞങ്ങൾ അത്ര മോശക്കാരല്ലെന്ന് അവർ തെളിയിച്ചു കൊടുത്തു. അല്ല, ഞാൻ ആരുടെ അടിമയല്ലെന്ന് വിനോദിനി പറഞ്ഞത്. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നാണ് കുലംകുത്തി അല്ലെങ്കിൽ വർഗവഞ്ചകെന്ന് നിങ്ങൾ വിളിച്ച ഒരാളെ ആ വീട്ടിലേക്ക് അവർ സ്വീകരിച്ച് ആനയിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമയിൽ പൂവിടാൻ, പുഷ്പാർച്ചന നടത്താനായിട്ട് അവരാണ് പുഷ്പം എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അവരാണ് ഒരു ചെറിയ ഒരു പാത്രം നിറയെ. അതാണ് മര്യാദ. അതാണ് മര്യാദ. നമ്മളെ വീട്ടിൽ നമ്മളെ ശത്രുവാണെന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് കയറി ഒന്നാണ് ഇറങ്ങി പടാൻ സംസ്കാരം നമ്മളെ ഭാരതീയ സംസ്കാരത്തിലില്ല, ആരാണെങ്കിൽ പോലും. നമ്മൾ രാവിലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ പയ്യന്നൂരും ഈ പറയുന്ന തളിപ്പറമ്പിലും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവരൊക്കെ ജയിച്ചിട്ടുള്ളതെന്ന് നോക്കുക. അതവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമാണ്. കാരണം അത് ഒരിക്കലും പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി കുത്തക വോട്ടുകളിൽ നിന്നുള്ള നിങ്ങളുടെ നയവ്യതിയാനത്തോടുള്ള പ്രതിഷേധമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം 2 പേരും ജയിച്ചത് 19,000-നും 22,000-നും ഒക്കെ വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ 50,000-നൊക്കെ ജയിച്ച സ്ഥലത്താണ് അല്ലേ? അല്ല, മാത്രമല്ല നമ്മൾ ഒരു കാര്യം ഓർക്കണം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് ടി കെ ഗോവിന്ദനും ഭാര്യയും വോട്ട് ചെയ്യാൻ അവിടെ പോളിംഗ് ബൂത്തിൽ എത്തി നിൽക്കുമ്പോൾ കൂവി വിളിക്കുകയായിരുന്നു ഒരു സംഘം അപ്പുറത്ത് നിന്നുണ്ട്. അത് ഈ ഇവരെ കൂലിപ്പട്ടാളായിരിക്കാം എങ്കിൽ പോലും അത് ഗോവിന്ദന്റെയൊക്കെ ഇത് മേടിച്ച് ആ കൂവി വിളിച്ചത് കൊണ്ട് 10 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിക്കാണുള്ളവർക്ക് കിട്ടി. ആ ഒറ്റ കൂവി വിളിയോടെയാണ് കിട്ടിയത്. അപ്പൊ കേരളത്തിന്റെ ഭരണം പോയത് ഒറ്റ ചോദ്യത്തോടെയല്ലേ? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു ഭരണം പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും നാളും വളർത്തിക്കൊണ്ട് വന്ന പൗഡർ ഇട്ട് കൊണ്ടുവന്ന PR വർക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവം, ഒറ്റ ചോദ്യം, ഭരണം പോയി. അതാണ് അന്ന് സംഭവിച്ചത്. അത് ആ സിനിമയിൽ മറ്റേ വെഞ്ഞാറമൂട് സുരാജ് പറയുമല്ലോ, എത്രയൊക്കെ മേക്കപ്പ് അടിച്ച് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലുള്ള സാധനം വിളിച്ചാണ് തൊട്ടിത്തരം. ഞാൻ എത്ര ഇതൊക്കെ അടിച്ചു വന്നാലും ഞാൻ പഴയ തൊട്ടിയാ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള തൊട്ടിത്തരം എപ്പോഴായാലും വെളിയിൽ ചാടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും CPM നശിച്ച് നാറാണക്കല്ല് വെച്ചിരിക്കുന്ന CPM-ന്റെ ആ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഇന്ന് അടിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ കരകയറായവർ ഒരുപാട് ബുദ്ധിമുട്ട്. ഒരു കാര്യം കൂടെ പറയാതെ നമുക്ക് അവസാനിക്കാൻ പറ്റില്ല. ഗോതമാഷ് പത്രസമ്മേളനം നടത്തി, നിമിഷ നേരത്തേക്ക് മാത്രം. അത് ഞാൻ പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞു. പാർട്ടി പരിശോധിക്കും. കൂടുതൽ ചോദിക്കുമ്പോൾ ചാടി എണീറ്റ്, കാര്യം ഭാര്യ തോറ്റായിരിക്കും അടുത്ത് ചോദിക്കാൻ അറിയാലോ. കണ്ടം വഴി ഓടി. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ പങ്കെടുത്തോ? സംശയമാണ്, പങ്കെടുത്തില്ല. പിണറായി ഇപ്പൊ ഏറ്റവും എല്ലാവരും അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് പിണറായിയുടെ പുറകെ അടക്കുക, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാം. അപ്പൊ അദ്ദേഹം അത് ഏറ്റെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ചികിത്സയൊക്കെ സൗജന്യമായിട്ട്. റാങ്കല്ലേ, മന്ത്രി റാങ്ക്. അതെ, ചികിത്സയൊക്കെ സൗജന്യമായിട്ട് നടത്താം. തുടർ ചികിത്സയ്ക്ക് പക്ഷെ മയോ ക്ലിനിക്കിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോവാം. പിന്നെ അപ്പൊ മയോ ക്ലിനിക്കിൽ കാശിന്, പിന്നെ സർക്കാരിന്റെ കാശിൽ, പൊതുജനങ്ങളുടെ കാശിൽ ചികിത്സിക്കാനായിട്ട് പോകാം. ഉച്ചയ്ക്ക് നെയ്മീന് വാങ്ങിക്കാം. പാളയത്തിൽ നല്ലത് വേറെ ഒരിടത്തും കൊണ്ടുവരേണ്ടി. പാളയത്ത് കൊണ്ടുവരുന്ന നെയ്മീനാക്കി ഇഷ്ടപ്പെടും നമുക്ക് അറിഞ്ഞു. വേറെ എവിടെന്നാണോ നെയ്മീൻ നല്ലത് ആ നെയ്മീൻ വേണമെങ്കിൽ വരുത്തിക്കാൻ പറ്റും. എന്തായാലും ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഈ സർക്കാർ CPM മാത്രമല്ല, ഘടകകക്ഷികളും പെട്ടില്ലേ. ജോസ് കെ മാണി ഇല്ലാതായില്ലേ, ഗ്രൂപ്പ് ഇല്ലാതായില്ലേ. ഇനിയിപ്പോ ജോസ് കെ മാണിക്ക് ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ പറയുന്ന ജോസഫിനെ കൂടെ ചേർത്തുകൊണ്ട് പഴയതുപോലെ മുന്നോട്ട് പോവുക, അത് മാത്രമേ ഇനി മാർഗം നടക്കുള്ളൂ. പക്ഷെ അത് ജോസഫും കൂടെ അംഗീകരിക്കണ്ടേ? ഇവര് എന്ന സമസ്താപരാധം പറഞ്ഞാൽ ഈ ഗതികെട്ടാനെ പിടിച്ച് കയറ്റി എല്ലായിടത്തും ഒരു അബദ്ധമുണ്ട്. ഇത് ഗതികെട്ട് ഒരുത്ത വന്ന് 3-ന്റെ നോമ്പ് ജാട കാണിക്കും. അത് എല്ലായിടത്തും ജോസ് കെ മാണി അത്ര ഭാഗത്താനാണ്. പിന്നെ ഈ കൂടെ ഉള്ള റോഷിയെ പോലുള്ളവരൊക്കെയാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. എന്താണെങ്കിലും CPM അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദശാസന്ധിയിലൂടെ നമ്മളെന്തായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ CPM-ന്റെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററായി പിണറായി വിജയൻ അവതരിച്ചിരിക്കുകയാണ്. അതാണ് ഇതിപ്പം പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് മനോരമയിൽ ഒരു ന്യൂസ് കണ്ടു. അപ്പം ഞാൻ എവിടുന്നോണ്ട് പറയുമായിരുന്നു, മിക്കവാറും മനോരമ ഇവരുടെ പുക കണ്ടേ അടങ്ങത്തുള്ളൂ. ഇയാളെ പിടിച്ച് വീണ്ടും ഇനിയിപ്പോൾ ഇയാൾ കാരണമാണ് ഇത് ഈ പരുവത്തിലായത്. വീണ്ടും ഇയാളെ പിടിച്ച് നിർത്താൻ പക്ക മണ്ടന്മാരാണ് ഈ പാർട്ടിയിലുള്ളവർ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, MA ബേബി ശക്തമായിട്ട് ഇടപെടുക. ഈ പാർട്ടിക്കകത്ത് എങ്ങനെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. പിണറായി വിജയനെ മൈൻഡ് ചെയ്യാൻ പ്രശ്നമുണ്ടല്ലോ. ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതെ, അവിടെ ഓഫീസ് നടത്തിക്കണം, ചായ കുടിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, ക്യാൻറ്റീൻ നടത്തണമെങ്കിൽ ഇവിടെ നിന്ന് പൈസ കൊടുക്കണം, ചിലവിന് കൊടുക്കണം ഇവിടെ നിന്നാണല്ലോ. അതാണ് അവസ്ഥ.